പിണറായി സർക്കാരിൻ്റെ 5ാം വാർഷികം, 2ാം പിണറായി സർക്കാരാണ്. അപ്പോൾ ഇനിയിപ്പോൾ വലിയ ആഘോഷ പരിപാടികളിലേക്കാണ് ഈ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ അവസ്ഥയിലും പോകുന്നത്. കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ നിരവധി വന്നുപോയി. ഇനിയും ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ വരുമോ? ഇതുവരെ ഉണ്ടായിരുന്നതിനെല്ലാം കടത്തി വെട്ടിക്കൊണ്ട്. അല്ല, കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്കൊന്നും കേരളം നന്നാവണമെന്നുള്ള ആഗ്രഹമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം കേരളത്തിൻ്റെ സർവനാശത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും എതിരായിരുന്നില്ല. അത് ആദ്യം തുടങ്ങിയുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകൾ നോക്കിയറിയാം. 1957 EMSൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് കേരളത്തിൻ്റെ എല്ലാ പതനത്തിൻ്റെയും മുഖ്യമായിട്ടുള്ള കാരണം. ഇന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക പരാധീനത കാരണക്കാരൻ EMS ആണ്. അദ്ദേഹത്തിൻ്റെ ബില്ലുകൾ അക്കാലത്തുണ്ടായിട്ടുണ്ട്. ഒന്ന് വിദ്യാഭ്യാസ ബില്ല്. ആ വിദ്യാഭ്യാസ ബില്ലാണ് കേരളത്തിൽ ഇത്രയും സാമ്പത്തിക കെണിയിൽപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് കൈക്കൂലി മേടിച്ചിട്ട് അധ്യാപകരെ സ്വകാര്യ സ്ഥാപനങ്ങൾ നിയമിക്കും. ശമ്പളം കൊടുക്കുന്ന കേരള സർക്കാരാണ്. ഈ നിയമം കൊണ്ടുവന്നത് ജോസഫ് മുണ്ടശ്ശേരിയുടെ ബില്ലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അന്ന് അതേപോലെ തന്നെ കോൺഗ്രസ് അക്കാര്യത്തിൽ അതുപോലെ തന്നെയായിരുന്നു. ഈ രണ്ട് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് നാടിൻ്റെ വികസനം അവർ വിഷയമേ ആയിരുന്നില്ല. അവർക്ക് കേരളത്തിൽ അന്നുണ്ടായിരുന്ന കടുത്ത ദരിദ്രമുണ്ട്. 1957 അന്ന് കേരളത്തിൻ്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രി KC ജോർജ, അയാൾ പിൽക്കാലത്ത് CPIയിൽ പോയി. അന്ന് ഭക്ഷണം കിട്ടാനില്ല, അരി കിട്ടാനില്ല. അരി കിട്ടാൻ നിവൃത്തിയില്ലാതെ കണ്ട് ജനങ്ങളെ കൊണ്ട് മക്രോണി കഴിപ്പിച്ചു അദ്ദേഹം. മക്രോണിയായിരുന്നു കേരളത്തിൽ കൊടുത്തിരുന്നത്. മക്രോണി ആദ്യമായിട്ട് മലയാളി കഴിക്കാൻ തുടങ്ങിയത് EMS കേരളം ഭരിക്കുന്ന സമയത്താണ്. അങ്ങനെ കടുത്ത ദാരിദ്ര്യമുണ്ടായിരുന്ന EMSൻ്റെ ആദ്യ മന്ത്രിസഭ. രണ്ടാമത്തെ മന്ത്രിസഭ 1967 സമയത്ത്. അന്നും കടുത്ത ദാരിദ്ര്യമാണ്. ഒരു മാസം കേരളത്തിൽ കൊടുത്തിരുന്നത് 1 കിലോ അരിയാണ് ഒരു മാസം കൊടുത്തിരുന്നത്. കടുത്ത ദാരിദ്ര്യമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ആളുകൾക്ക് റേഷൻ കടയിൽ കൂടി അരി കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചോളം കൊടുക്കാൻ തീരുമാനിച്ചു. ആ ചോളം കൊടുത്തത് പോലീസ് സ്റ്റേഷനിൽ കൂടിയാണ്. ജനങ്ങളൊക്കെ 1968, 67, 68 സമയത്ത് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഞായറാഴ്ച ദിവസങ്ങൾ വൻ ക്യൂ ആയിരുന്നു. നമ്മൾ തിരിക്കും പരാതി കൊടുക്കാൻ പോയി. ഇവരൊന്നും പരാതി കൊടുക്കാൻ പോയതല്ല. ഇവർക്കൊക്കെ 1 കിലോ ചോളം സൗജന്യമായിട്ട് കൊടുത്തിരുന്നു കേരള സർക്കാർ. ഈ ചോളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളവരുടെ തിരക്കായിരുന്നു EMSന് 2ാം മന്ത്രിസഭയുടെ കാലം. എന്ന് വെച്ചാൽ കടുത്ത ദാരിദ്ര്യമായിരുന്നു ഉണ്ടായിരുന്നത്. തുടർന്ന് അങ്ങോട്ട് C അച്യുതന്റെ കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. C അച്യുതന്റെ കാലത്ത് ഒരു മാസത്തില് 1 കിലോ 600 ഗ്രാം അരിയാണ് കൊടുത്തിരുന്നത്. 1973 മനോരമ ദിനപത്രത്തില് 4 ഔൺസ് റേഷനായിട്ട് വെട്ടിച്ചുരുക്കി കേരളത്തിന്റെ റേഷൻ എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെ എന്നെല്ലാം കേരളം ഭരിച്ചിട്ടുണ്ടോ ആ കാലത്തെല്ലാം കടുത്ത ദാരിദ്ര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് EMSൻ്റെതാണെങ്കിലും C അച്യുതമന്റെ ആണെങ്കിലും. പിൽക്കാലത്തത് കുറച്ചൊരു മാറ്റം വന്നത് VS അച്യുതാനന്ദൻ ഭരിച്ചപ്പോഴും അതിനുശേഷം വന്നിട്ടുള്ള പിണറായി സർക്കാരിന്റെ കാലത്തും അത് ഇന്ത്യയിൽ വന്നിട്ടുള്ള പൊതുമാറ്റത്തിന്റെ ഭാഗമായിട്ട് മാത്രം വന്നതാണ്. ഇന്നിപ്പോൾ അരി നമുക്ക് നിർലോഭം ലഭിക്കുന്നുണ്ട്. ഇവിടേക്ക് അരി കൊണ്ടുവരാൻ വേണ്ടി യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല. പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുന്ന സമയത്ത് അവിടെ തമിഴ്നാട്ടിൽ നിന്ന് അരി കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. കോയമ്പത്തൂരിൽ നിന്ന് അരി കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല. അതിനൊക്കെ നിയന്ത്രണം കൊണ്ടുവരുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് സർവ്വതിന് നിയന്ത്രണം കൊണ്ടുവന്നു. അത് ഇന്ദിരാഗാന്ധി അതിന് തുടർന്നിരുന്നു. നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് അരി കൊണ്ടുവരാൻ പറ്റില്ല, ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല, കർണാടകത്തിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റില്ല. ഇന്ന് മാത്രമല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കടുത്ത മറ്റൊരു ദ്രോഹം കൂടി ചെയ്തിരുന്നു. 1957 EMSനെ പൂട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാണിച്ചിട്ട് ഒരു വെപ്രാളമുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. അതിന്റെ ഭാഗമായിട്ട് അക്കാലത്ത് കടുത്ത ദാരിദ്ര്യം വന്ന സമയത്ത് സാധാരണ ഒരു സോൺ ഉണ്ടാക്കിയിരുന്നു. കേരള, തമിഴ്നാട്, ആന്ധ്ര, കർണാടക. ഈ സോണുകളിൽ മാത്രമാണ് അരി വിതരണം ചെയ്യാൻ പറ്റുക. അപ്പൊ കേരളത്തിൽ അരി തരേണ്ട ബാധ്യത ആന്ധ്രാപ്രദേശിൻ്റെതായിരുന്നു. അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇടപെട്ട് അവരോട് പറഞ്ഞ്, നിങ്ങൾ ഇപ്രാവശ്യം കൂടുതൽ വിലയ്ക്ക് ബംഗാളിന് അരി കൊടുത്തോളാൻ പറഞ്ഞു. നിങ്ങൾ കൂടുതൽ വിലയ്ക്ക് മഹാരാഷ്ട്രയ്ക്ക് അരി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഈ 2 സംസ്ഥാനത്തിലും അന്ന് ദാരിദ്ര്യം തുടങ്ങിയിരുന്നു. കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കടുത്ത ദാരിദ്ര്യമാണ്. വേണ്ടത്ര ഭക്ഷ്യോൽപാദനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിന്റെ വേണ്ടത്ര വിൽപ്പന ഉണ്ടായിരുന്നില്ല. ഇത് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യലുണ്ടായിരുന്നില്ല. സാമ്പത്തികമായിട്ട് പരാധീനത കേരളം അനുഭവിച്ചിരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ഭരണമായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെയും EMSൻ്റെ ഒക്കെ ഉണ്ടായിരുന്നത്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മോശം മുഖ്യമന്ത്രിയുടെ പേരെന്താന്ന് ചോദിച്ചാൽ എനിക്കൊരു സംശയം ഉണ്ടാവില്ല, EM ശങ്കരൻ നമ്പൂതിരിപ്പാടാണ്. അവിടെ നിന്നാണ് നമ്മൾ പിണറായി വിജയനെ താരതമ്യപ്പെടുത്തുക. അപ്പോൾ പിണറായി വിജയൻ നോക്കുന്ന സമയത്ത് തൻ്റെ പൂർവികന്മാരാരൊക്കെയാണ്? ഒന്ന് VS അച്യുതാനന്ദൻ, എല്ലാത്തിനും സർവത്തിൻ്റെ നാശക്കാരനായിട്ടുള്ള അച്യുതാനന്ദൻ. എവിടെ പോയാലും വിട്ടുനിരത്തലിൻ്റെ ആളാണ് അച്യുതാനന്ദൻ.
ഈ അച്യുതാനന്ദനാണ് പിണറായി വിജയന്റെ മുൻഗാമിയായിരിക്കുന്ന ആള്. മറ്റൊരു മുൻഗാമിയായിരുന്ന ആള് ഇ കെ നായനാരാണ്. എന്ത് ചോദിച്ചാലും അദ്ദേഹം രസകരമായിട്ട് ഉത്തരം പറയും. ആ രസകരമായിട്ട് ഉത്തരം പറയുന്ന സമയത്ത് കേരളത്തിന്റെ സാമ്പത്തിക കടക്കണിയിൽപ്പെടുത്തിയതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് ഇ കെ നായനാര്. ഇ കെ നായനാരുടെ ഭരണം അങ്ങനെയാണ്. ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വക്രദൃഷ്ടിയുടെ ഉത്തമ ഉദാഹരണത്തിന്റെ പേരാണ് ഇ കെ നായനാർ എന്ന് പറഞ്ഞാല്. നമ്മൾ പറയും അങ്ങേര് വലിയ തമാശക്കാരനാണ്. എന്ത് തമാശക്കാരനാ? രണ്ടാമത്തെ ഭരണത്തിൽ കിട്ടിയ സമയത്ത് 91 മറ്റാണ് ടി.എൻ. ഭരണം കിട്ടിയ സമയത്ത് 91 87 ആ ഭരണം കിട്ടിയ സമയത്ത് അദ്ദേഹം ഞാൻ മത്സരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അവസാനം എന്താ ഉണ്ടായത്? സുശീല ഗോപാലിനെയും ഇവരൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഭരണത്തിൽ മത്സരം നടത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തിയ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു ഇനി ഞാൻ മത്സരിക്കാന്നാ പറഞ്ഞേ. അങ്ങനെ മത്സരിക്കാണെന്ന് പറഞ്ഞ് VS അച്യുതാനന്ദന്റെ പിന്തുണയോടുകൂടി കൊണ്ട് അവിടെ തലശ്ശേരിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളാണ് ഇ കെ നായനാര്. എന്നിട്ട് കേരളത്തിന് മുഖ്യമന്ത്രിയായി. ഈ മുഖ്യമന്ത്രിയായിട്ടുള്ള നയനാർക്കും നമ്മൾ നയനാര് ചിരിച്ചുകൊണ്ട് കേരളത്തിന് ഗുണമൊന്നും ഇല്ലല്ലോപ്പാ. നയനാര് പൊട്ടിച്ചിരിക്കുന്നു, ഒരുപാട് തമാശകൾ പറയുന്നു. പക്ഷെ കേരളത്തിന് എന്താ ഗുണം? കേരളത്തിന്റെ വികസനത്തിൽ ഒരു പങ്കും ഇ കെ നായനാര് വഹിച്ചിട്ടില്ല. മറിച്ച് ആ കാലത്ത് അതിശക്തമായുള്ള പ്രതിപക്ഷം കേരളത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. അത് കെ കരുണാകരൻ നേതൃത്വത്തിലായാലും കൊള്ളാം, മറ്റുള്ള നേതൃത്വത്തിലായാലും കൊള്ളാം, ശക്തമായുള്ള പ്രതിപക്ഷം ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം കേരളത്തിൽ ഭരണം വളരെ മോശമാണ്. പിണറായി വിജയന്റെ ഭരണവും EMSന്റെയും ഇ കെ നായനാരുടെയും VS അച്യുതാനന്ദന്റെയും ഭരണത്തിന്റെ തുടർച്ച തന്നെയാണ്. കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. കോടിക്കണക്കിന് രൂപയുടെ കടമാണ് കേരളത്തിനുള്ളത്. കേരളത്തിന്റെ വരുമാനങ്ങൾ യാതൊന്നുമില്ല. സാമ്പത്തിക പരാധീനത കേരളത്തെ സംബന്ധിച്ചുണ്ട്. കേരളത്തിൽ തൊഴിൽ സാധ്യതയില്ല. യുവാക്കളായിരിക്കുന്ന യുവാക്കന്മാരെല്ലാം ഇന്ന് കേരളം വിട്ട് ഏകദേശം 50 ലക്ഷം ചെറുപ്പക്കാരാണ് കേരളം വിട്ടു പോയി കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത് പിണറായി വിജയനാണ്. അതാണ് അതിൻ്റെ അത്ഭുതമുള്ളത്. അപ്പൊ നമുക്ക് ചിലപ്പോൾ തോന്നാം എങ്ങനെയാണ് പിണറായി വിജയൻ ആളുകൾ വോട്ട് ചെയ്യുക? ഒരു സത്യസന്ധമായിട്ട് പിണറായി വിജയൻ വൈസ് കേരളത്തിലെ ജനങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ തോക്കും, സംശയമൊന്നുമില്ല. മറിച്ച് പിണറായി വിജയൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവുമായിട്ടാണ് മത്സരം നടത്തുന്നുണ്ടെങ്കിൽ സംശയമില്ല കേരളത്തിലെ ജനങ്ങൾ പിണറായി വിജയൻ വോട്ട് ചെയ്യും. കാരണം അത്രയ്ക്ക് മോശമായിട്ടുള്ള നേതൃത്വമാണ് കോൺഗ്രസിന്റെ നേതൃത്വമുള്ളത്. കോൺഗ്രസിൽ തമ്മിലടിക്കുകയാണ് ഭരണത്തില്. അവർ നേതാക്കന്മാര് ഈ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എത്ര അഴിമതി നടത്താന്നുള്ള മത്സരത്തിലാണ്. കോൺഗ്രസിൽ അഴിമതിയെക്കുറിച്ച് താല്പര്യമില്ലാത്ത ഒരു നേതാവിന്റെ പേര് പറയാൻ സാധ്യമല്ല. എല്ലാ നേതാക്കന്മാരും അഴിമതിക്കാരാണ് കോൺഗ്രസില്. അതുകൊണ്ട് തന്നെ അവര് അഴിമതിയുടെ താല്പര്യമുള്ളതിന്റെ പേരിൽ ഇന്ന് കേന്ദ്രത്തിലിരിക്കുന്ന KC വേണുഗോപാൽ അടക്കം കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി താനാണെന്നുള്ളത് അദ്ദേഹം സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹം പാർട്ടിയുടെ പ്രസിഡന്റിനെ മാറ്റുന്നു, K. സുധാകരനെ മാറ്റുന്നു, പകരം സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്നു. എന്താ കാരണം? സണ്ണി ജോസഫിന് ഒരു കഴിവില്ലെന്ന് അയാൾക്ക് നല്ല നിശ്ചയമുണ്ട്. എന്ന് മാത്രമല്ല അയാൾ ക്രിസ്ത്യാനിയാണ്. അയാൾ ക്രിസ്ത്യാനിയായി കഴിഞ്ഞിട്ട് പിന്നെ ആരാ വേണ്ടത്? മുഖ്യമന്ത്രി ഹിന്ദു ആവണം. ആ ഹിന്ദു ആരാവണം? നായരാവണം. അതാരാകണം? അത് ഞാനാകണം. ഈ മോഹമാണ് KC വേണുഗോപാലിനുള്ളത്. ഈ തരത്തിൽ അധികാരമോഹികളുടെ ഒരു കേന്ദ്രമായിട്ട് കോൺഗ്രസ് മാറുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ പലരും ഉണ്ട്. അതിലൊന്നാണ് ശശി തരൂര്. ശശി തരൂർ ഈ വിഷയം തിരിച്ചറിഞ്ഞതിന്റെ പേരിലാണ് ഇന്ത്യ സർക്കാരിനോടൊപ്പം, ഭാരത സർക്കാരിനോടൊപ്പമാണ് അദ്ദേഹം ഈ പറയുന്ന യുദ്ധത്തിന് സമയത്ത് അദ്ദേഹത്തിന്റെ നിലപാടതാണ്. മറിച്ച് കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും ഇന്ത്യ വിരുദ്ധമായിരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. അവർ പാകിസ്ഥാനോടുള്ള കൂടുതലുള്ള സമീപനമാണ് സ്വീകരിച്ചത്. അവർക്ക് എടപ്പള്ളി രാമേന്ദ്രൻ മരിച്ച അവരുടെ വിഷയമല്ല. 26 പേര് പഹൽഗാമിൽ മരിക്കുന്ന ഒരു വിഷയമേ അല്ല. അവരുടെ വിഷയം പ്രധാനമായിട്ട് എന്തായിരുന്നു പാകിസ്ഥാനിൽ സംഭവിച്ചത്, എത്ര പ്ലെയിനാണ് തകർന്നത് എന്നിത്യാദി വിഷയങ്ങളെ കുറിച്ച് ചോദിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഒരു അങ്കലാപ്പ് സൃഷ്ടിക്കുവാനുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും തുടർന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് എടുക്കുന്നത്. ഈ സമീപനത്തിന് ഒരു കാരണവശാലും കേരളത്തിലെ ജനങ്ങൾക്ക് പിന്താങ്ങാൻ സാധ്യമല്ല. അവരതുകൊണ്ട് പലപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ 40% വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് എൻ ബ്ലോക്ക് ആയിട്ട് വരുന്ന സമയത്ത് കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ ആളില്ലാത്ത പതനത്തിൽ വരുന്ന മാത്രമല്ല, കോൺഗ്രസ് ഒരുപക്ഷെ 50 സീറ്റിൽ താഴേക്ക് പോയാൽ പോലും കേരളത്തിൽ യാതൊരു അത്ഭുതത്തിനും അവകാശമില്ല. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസ് ഒരു ഭരണം ഇനി കിട്ടുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ പ്രതീക്ഷിക്കാൻ നിവൃത്തിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.